കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ടെഡി ബെയറിനെ പറ്റി പറയാം. ടെഡി ബെയറിനെ എല്ലാവരും കണ്ടിരിക്കുമല്ലോ. തിളങ്ങുന്ന കണ്ണുകളും പന്നിക്കെട്ട് പോലുള്ള ദേഹവുമുള്ള ഈ കളിപ്പാട്ടം കൊണ്ട് കളിക്കാത്ത കൂട്ടുകാർ കുറവായിരിക്കും. മിക്കവരുടെയും വീടുകളിലും അലമാരകളിലും ഈ കരടിക്കുട്ടനെ കാണാം. ടെഡി ബെയറിന്റെ നിർമ്മാണത്തിന് പിന്നിലും രസകരമായ ഒരു കഥയുണ്ട്. അത് കേട്ടോളൂ. വേട്ടയിൽ വലിയ താല്പര്യമുള്ള ആളായിരുന്നു അമേരിക്കൻ പ്രസിഡന്റായ തിയോഡോർ റൂസ്വെൽറ്റ്. 1902 ഒഴിവുകാലം. റൂസ്വെൽറ്റ് മിസിസിപ്പിയിലെ കൊടുങ്കാട്ടിൽ വേട്ടയ്ക്കിറങ്ങി. കൊട്ടും കുരവയും സന്നാഹങ്ങളുമായി വലിയ സംഘവും കൂടെയുണ്ടായിരുന്നു. എന്നാൽ 10 ദിവസത്തോളം കാടിളക്കി അരിച്ചു പിറക്കിയിട്ടും വേട്ടയാടാൻ ഒന്നിനെയും കിട്ടിയില്ല. റൂസ്വെൽറ്റ് കറുത്ത നിരാശയിലായി. അദ്ദേഹത്തിന് വെടിവെക്കാൻ ഏതെങ്കിലും മൃഗത്തെ മുന്നിലെത്തിക്കാൻ കൂടെയുള്ളവർ കിണഞ്ഞു പരിശ്രമിച്ചു. ഒടുവിൽ അവർ വേഗത്തിലൊന്നും ഓടാനാവാത്ത ഒരു കരടിക്കുഞ്ഞിനെ ആട്ടിത്തെളിച്ച് റൂസ്വെൽറ്റിന്റെ മുന്നിലെത്തിച്ചു. ഓമനത്തും തുളുമ്പുന്ന ഈ കൊച്ചു കരടിക്കുഞ്ഞ്, പഞ്ഞിക്കെട്ട് പോലത്തെ രോമം, ദയനീയത നിഴലിക്കുന്ന ചെമ്പൻ കണ്ണുകൾ. മുന്നിൽ നിന്ന് പേടിച്ചു കിടക്കുന്ന ആ കരടിക്കുഞ്ഞിനെ വെടിവെക്കാൻ റൂസ്വെൽറ്റിന് മനസ്സ് വന്നില്ല. അദ്ദേഹം അടുത്തു ചെന്ന് അതിനെ എടുത്ത് പുറത്തു തടവി കാട്ടിലേക്ക് തന്നെ വിടുകയും ചെയ്തു. സംഭവം അവിടെ അവസാനിച്ചില്ല. അക്കാലത്തെ പ്രസിദ്ധ കാർട്ടൂണിസ്റ്റായ ക്ലിഫോർഡ് ബെറിമാൻ അത് വിഷയമാക്കി ഉഗ്രൻ കാർട്ടൂൺ ഉണ്ടാക്കി. വാഷിംഗ്ടൺ പോസ്റ്റിലാണ് ആ കാർട്ടൂൺ പ്രത്യക്ഷപ്പെട്ടത്. നിസ്സഹായതയോടെ നിൽക്കുന്ന കരടിക്കുഞ്ഞിന് നേരെ റൂസ്വെൽറ്റ് വലിയ തോക്കു ചൂണ്ടി നിൽക്കുന്ന ഹാസ്യചിത്രം. അടിക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ടെഡി ഇതാ, ടെഡി കരടിക്കൊപ്പം. റൂസ്വെൽറ്റിന്റെ വിളിപ്പേരായിരുന്നു ടെഡി. കാർട്ടൂൺ കണ്ട ന്യൂയോർക്കിലെ ബ്രൂക്ലൈൻ തെരുവിലെ കച്ചവടക്കാരനായ മോറിസ് ബിഷ്ഡോമിന് ഒരാശയം തോന്നി. അദ്ദേഹം പഞ്ഞിയും കമ്പിളി തുണിയും കൊണ്ട് ഒരു കുഞ്ഞൻ കരടിയെ ഉണ്ടാക്കി. കണ്ണുകളുടെ സ്ഥാനത്ത് 2 ചുവന്ന ബട്ടൺ. പുതിയ കളിപ്പാട്ടത്തിന്റെ കഴുത്തിൽ ടെഡിയുടെ കരടി എന്ന ബോർഡും തൂക്കി വിൽപ്പനയ്ക്ക് വെച്ചു. കളിപ്പാട്ടം കണ്ടവരൊക്കെ അത് വാങ്ങാൻ തിടുക്കം കൂട്ടി. കുഞ്ഞൻ കരടി ജനങ്ങളുടെ ഹൃദയം കവർന്നു. 100 കണക്കിനുള്ള പാവകൾ വിറ്റഴിഞ്ഞു. അമേരിക്കയിൽ ഇതൊക്കെ സംഭവിക്കുമ്പോൾ അങ്ങ് ദൂരെ ജർമ്മനിയിൽ റിച്ചാർഡ് സ്റ്റിഫ് എന്നൊരാൾ ഇത്തരത്തിലൊരു കുഞ്ഞൻ കരടിയെ നിർമ്മിച്ചു കഴിഞ്ഞിരുന്നു. മൃഗശാലയിൽ കണ്ട ഒരു കരടിക്കുഞ്ഞായിരുന്നു സ്റ്റിഫിന് ഇത് നിർമ്മിക്കാൻ പ്രചോദനം നൽകിയത്. 1903 നടന്ന ഒരു പ്രദർശനത്തിൽ സ്റ്റിഫ് തന്റെ പുതിയ കളിപ്പാട്ടം വിൽപ്പനയ്ക്ക് വെച്ചു. ആദ്യ ദിവസം തന്നെ 30,000 എണ്ണത്തിന് ഓർഡർ കിട്ടി. വർഷം 3 കഴിഞ്ഞതോടെ ജർമ്മനിയിലെ വാർഷിക ഉൽപാദനം 9,74,000 വർദ്ധിച്ചു. 1966 അമേരിക്കയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പ്ലേ തിങ്സ് എന്ന വാരികയിലാണ് ഈ കളിപ്പാട്ടത്തിന് ടെഡി ബെയർ എന്ന പേര് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. റൂസ്വെൽറ്റ് ഉടനെ തന്നെ ആ പേരിന് അംഗീകാരവും നൽകി. ടെഡി ബെയർ ലോകമെങ്ങുമുള്ള കുട്ടികളുടെ ഹൃദയം കവർന്നു. 1982 ഫിലാഡൽഫിയയിലെ ടെഡി ബെയറിന്റെ 80ാം വാർഷികം ആഘോഷിക്കാൻ ഒരു പടുകൂറ്റൻ റാലി തന്നെ നടന്നു. ആയിരക്കണക്കിന് കുട്ടികൾ കരടിക്കുട്ടികളുടെ വേഷം കെട്ടി അണിനിരന്നത് റാലിയെ ആകർഷകമാക്കി. ടെഡി ബെയറിന് കാലക്രമേണ പല രൂപമാറ്റങ്ങളും വന്നു. 1902 സ്റ്റിഫിന്റെ കമ്പനി തന്നെ അരയിൽ സ്വർണ്ണച്ചങ്ങലയുള്ള ടെഡി ബെയർ വിപണിയിൽ ഇറക്കി. ചുവന്ന കണ്ണുകൾ കറുത്തവയായി, രോമക്കുപ്പായം മാറി കമ്പിളിക്കുപ്പായമായി. ഈ രൂപമാറ്റങ്ങൾക്കിടയിലും ടെഡി ബെയർ കൊച്ചുകൂട്ടുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങാതിയായി തുടർന്നു. ഇനി ടെഡി ബെയർ കാണുമ്പോൾ ചരിത്രപുരുഷനായ റൂസ്വെൽറ്റിനെ കുറിച്ച് ഓർക്കുമല്ലോ.